ഇതിൽ താളപ്പിഴകൾ വരുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. എന്തായാലും ഒരു അക്യുപങ്ചർ ചികിത്സക എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എന്ത് കാരണവശാലും ഈ താളപ്പിഴകളെല്ലാം തന്നെയും അക്യുപങ്ചർ ചികിത്സ കൊണ്ട് നേരെയാക്കാൻ സാധിക്കുന്നതാണ്. അത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും അനുഭവിച്ച് വരുന്ന ഒരു സത്യമാണ്. മെഡിസിൻ കഴിക്കുന്നവർക്ക് പോലും, അതായത് പലപ്പോഴും ഇപ്പോൾ ഷുഗറിന് BP ഒക്കെ മെഡിസിൻ കഴിക്കുന്നവർ പോലും അക്യുപങ്ചർ ചികിത്സ എടുക്കുന്ന സമയത്ത് ആ പറയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെയും നോർമലായി വരുന്നത് കാണാറുണ്ട്. ആ നോർമലായി വരുന്നത് കൊണ്ട് തന്നെ മെഡിസിൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായും ഒഴിവാക്കി സുഖമായി ജീവിക്കാനും സാധിക്കാറുണ്ട്. പലപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് മെഡിസിൻ കഴിക്കുമ്പോൾ അക്യുപങ്ചർ ചികിത്സ ഫലിക്കില്ല എന്നുള്ളത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവം എന്ന്, മെഡിസിൻ കഴിക്കുന്നവർക്കും അക്യുപങ്ചർ ചികിത്സ ഫലിക്കാറുണ്ട്. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ഉള്ളത്. അക്യുപങ്ചർ സ്റ്റിമുലേഷൻ പോയിന്റ്സ്, ഇതിൽ നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റ്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം തുടങ്ങി നമ്മുടെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന പല സിസ്റ്റത്തെയും ഈ സ്റ്റിമുലേഷൻ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.